ശ്രീനാരായണ ഗുരുവേ നമഃ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയൻ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള വിദൂര ദർശന പഠനത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നതിനായി മായ ഷിബു കുമരകത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ കാർഷിക ഉത്സവമാണ് വിഷു. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷവും വിഷുവാണ്. എല്ലാ വർഷവും മേടമാസം 1-ാം തീയതിയാണ് നാം വിഷു ആഘോഷിക്കുന്നത്. വിഷുക്കണി, വിഷുക്കൈനീട്ടം, വിഷു സദ്യ ഒക്കെയായി നാം വിഷു ആഘോഷിക്കുന്നു. ഈ വിഷു എന്ന ആഘോഷത്തിന് പിന്നിലുള്ള ഐതിഹ്യത്തിൽ തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണുള്ളത്. വിഷുവിനെ കുറിച്ച് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നത് ശിവഗിരി മഠത്തിലെ സംപൂജ്യനായ ശ്രീമദ് ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികളാണ്. പെരിങ്ങോട്ടുകര ആശ്രമത്തിന്റെ ചുമതല വഹിച്ചിരുന്ന സ്വാമിജി ഇപ്പോൾ തൃശൂർ ജില്ലയിലെ അമരിപ്പാടം എന്ന സ്ഥലത്ത് ശ്രീനാരായണ ധർമാശ്രമം എന്ന പേരിൽ ഒരു ആശ്രമം നടത്തിവരുന്നു. ഹിമാലയ സാനുക്കളിൽ വളരെ കാലം തപസ് ചെയ്ത് വേദാന്ത കാര്യങ്ങൾ അഭ്യസിച്ചിട്ടുള്ള സ്വാമിജി അറിയപ്പെടുന്ന ധർമ്മ പ്രബോധകനും ഗായകനുമാണ്. ശ്രീനാരായണ ഭാഗവത സപ്താഹ യജ്ഞം കോട്ടയം SNDP യൂണിയൻ തുടർച്ചയായി 3 വർഷം സ്വാമിജി നേതൃത്വം കൊടുത്ത് നടത്തിയിട്ടുണ്ട്. ഭാഗവത സപ്താഹ വേദികളിലും നിരവധി തവണ ആചാര്യനായിട്ട് സ്വാമിജി പ്രവർത്തിച്ചിട്ടുണ്ട്. വിഷുവിനെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായി ശ്രീനാരായണ ദർശനം പഠിക്കുന്ന നമുക്ക് സ്വാമിജിയുടെ വാക്കുകൾക്കായി കാതോർക്കാം. സ്വാമിജിയെ ഏറെ ഭക്ത്യാദരപൂർവം ക്ലാസ് എടുക്കുന്നതിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്തേ സ്വാമിജി. നമസ്തേ. കേൾക്കാമല്ലോ എല്ലാവർക്കും? കേൾക്കാം സ്വാമിജി. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. വ്യക്തമായിട്ട് എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. വിഷുവിന് മുമ്പ് തന്നെ വിഷുവിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് എടുക്കുകയാണ്. വിഷുദിന ആഘോഷം അടുത്ത മാസം 14-ാം തീയതി ആണെങ്കിൽ അതിനു മുമ്പേ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും വളരെ നല്ലത് തന്നെയാണ്. ഓൺലൈനിലൂടെയാണ് നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നത്. അതിലെ മറ്റ് ശബ്ദങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാവരും ശ്രദ്ധാപൂർവം തന്നെ ഇത് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിഷു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വിഷുക്കണി ഒരുക്കൽ, സെറ്റുമുണ്ടെടുക്കുന്ന സ്ത്രീകൾ, പുതുവസ്ത്രം ധരിക്കുന്ന പുരുഷന്മാർ, വീട്ടിലെല്ലാം വ്രതത്തിൻ്റെ ഒരു ശുദ്ധി നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒന്നാണ് വിഷുദിനം. എല്ലാവരുടെയും മുഖത്ത് ഒരു സന്തോഷമൊക്കെ ഉള്ളൊരു ദിവസമാണ്.
കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷുദിനത്തെ, പ്രത്യേകിച്ചും വിഷുദിനം സന്തോഷകരമാക്കുന്നത് വിഷുക്കൈനീട്ടം തുടങ്ങിയിരിക്കുന്ന ആചാരങ്ങളിൽ കേരളീയ മനസ്സ് വളരെയധികം വിശ്വസിച്ചു പോരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ വിശ്വാസങ്ങളൊക്കെയാണ് ഒരുപക്ഷെ നമ്മളെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എല്ലാവർക്കും വിശ്വാസമുണ്ട്. ആ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിഷുദിന ആഘോഷത്തെക്കുറിച്ച് കേൾക്കുന്നതും എങ്ങനെയാണ് അത് അനുഷ്ഠിക്കേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചിന്തിക്കുന്നതും ഒക്കെ. ആരുടെയോ ഒരു മൊബൈൽ ഇപ്പം വന്ന് കയറിയിട്ടുള്ളവർ ഓഫ് ചെയ്തിട്ടില്ല. ഒന്ന് ഓഫ് ചെയ്താൽ ഈ അപശബ്ദം എന്ന് പറയുക. അപശബ്ദം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒന്ന് ഓഫ് ചെയ്ത് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പം വന്ന് ജോയിന്റ് ചെയ്തിട്ടുള്ളവരാണ്. അവരുടെ ഒന്ന് ഓഫ് ചെയ്ത് സഹകരിക്കുക. വല്ലാത്ത ശബ്ദം വരുന്നുണ്ട്. ഓഫ് ചെയ്തിട്ടില്ല അവർ ഇപ്പോഴും. ഇപ്പോൾ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ആചാരാനുഷ്ഠാനങ്ങളാണ് മനുഷ്യനെ പ്രത്യേകിച്ചും ജീവിതത്തിലെ ശ്രദ്ധ നല്ല വഴിക്ക് നയിക്കുന്നത്. ആരിലൊക്കെയാണോ ആചാരാനുഷ്ഠാനങ്ങൾ ഉള്ളത് അവരിൽ നല്ല ശ്രദ്ധ ഉണ്ടാകുകയും ചെയ്യും. ഒരാൾ നല്ലവണ്ണം നാമം ജപിക്കുന്നു എന്ന് വിചാരിക്കുക. ആ നാമം ജപിക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും മനസ്സിന് ശാന്തത കൈവരിക്കാനാവും. വളരെയധികം നാമം ജപിക്കുന്ന വ്യക്തികൾക്കാണ് ശാന്തത കൈവരിക്കാനാവുക. ആർക്ക് ശാന്തത കൈവരിക്കാനായോ അവർ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യും. ശാന്തമായിട്ട് എല്ലാ പ്രവൃത്തികളും അവർ ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ നമുക്കെല്ലാവർക്കും ശാന്തിയെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. വിഷുദിനമായിക്കോട്ടെ, ഓണാഘോഷമായിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമുക്ക് വളരെയധികം ശാന്തിയെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സംക്രാന്തി എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. സംക്രാന്തി എന്ന് പറഞ്ഞാൽ ഒരു രാശിയിൽ നിന്ന് സൂര്യൻ മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുന്നതിനെയാണ് സംക്രാന്തി എന്ന് പറയുന്നത്. മേടസംക്രാന്തിക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമുക്കെല്ലാവർക്കും അറിയാം, പൂക്കളുടെ കാലമാണ്, കായ്ഫലങ്ങളുടെ കാലമാണ്. കായ്ഫലങ്ങൾ ധാരാളമുള്ള സമയമാണ് ആ സമയം. എവിടെ നോക്കിയാലും വെള്ളരിയും മറ്റുള്ള കായ്ഫലങ്ങൾ ധാരാളം ലഭിക്കും. ഈ സംക്രാന്തി ദിവസം പൂക്കൾ കൊണ്ടും മനോഹരവും കായ്ഫലങ്ങൾ കൊണ്ടും സമൃദ്ധിയുമായിരിക്കുന്ന ഒരു പുണ്യമുഹൂർത്തമാണ് മേടസംക്രാന്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് സൂര്യൻ്റെ ഗമനത്തെ സംക്രാന്തി എന്ന് പറയുമ്പോൾ ഈ സംക്രാന്തി നാളിനെയാണ് നമ്മൾ വിഷു ദിനമായി ആഘോഷിക്കുന്നത്. വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, തുല്യം എന്നാണ് അർത്ഥം. നമ്മളിലൊന്നും ഇല്ലാതെ പോയ ഒരു സമബുദ്ധിയുണ്ട്. ആ സമബുദ്ധി ആർജിക്കാൻ പറ്റുന്ന ദിവസമാണ് വിഷുദിനം. സമബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും തുല്യമായൊരു അവസ്ഥയെ പ്രാപിക്കാൻ കഴിയുക, ശാന്തമായിട്ട് സമചിത്തതയോട് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥ മനസ്സിലുണ്ടാക്കിയെടുക്കുക. പലർക്കും വൈകാരികമായി പ്രക്ഷുബ്ധമാകുന്ന മനസ്സാണുള്ളത്. വ്യവഹാരഭൂമി അങ്ങനത്തെയാണ്. ഓരോ ദിവസവും ഓരോ വ്യവഹാരങ്ങളാണ് നമുക്കുള്ളത്. അനേകം വ്യവഹാരങ്ങളിലൂടെ മനസ്സ് അസ്വസ്ഥമാക്കുമ്പോൾ ആ അസ്വസ്ഥമാകുന്ന മനസ്സിനെ ശാന്തമാക്കാനുള്ള പ്രക്രിയയിൽ ഒന്നാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ വിഷുദിനം എന്ന് പറയുന്നത്. തുല്യതയുടെ, സമഭാവനയുടെ ദിനം. കൃഷിഭൂമിയിലെ ധാന്യങ്ങളല്ല ഇവിടെ, കാർഷിക വിളകളാണെന്ന് എടുത്തു പറയണം. ഓണത്തിന് ധാന്യമാണെങ്കിൽ വിഷുവിന് കാർഷികം എന്ന് പറയും. കാർഷിക വിളകളെല്ലാം ചേർന്ന് നല്ലൊരു ദിവസമായിട്ട് നമ്മുടെ മുമ്പിൽ കൊട്ടിവെച്ചിട്ടത് ആദ്യം വയ്ക്കുന്നത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലാണ്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്ന ഭഗവാനായിക്കൊണ്ട് താൻ സ്വയം
കാർഷിക വിളകൾക്ക് വേണ്ടി എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്തോ അതിൽ നിന്ന് ലഭിച്ച ഫലത്തെ ആദ്യം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കും. ഇതൊരു വലിയൊരു മനോഭാവമാണ്. നമ്മൾ സൂക്ഷ്മതയോടുകൂടി ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഒരു വലിയൊരു മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഏത് കർമ്മത്തിലും അവർക്ക് ഭഗവാനോടുള്ള ആദരവ് അവർ നിലനിർത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ള തിന്മയെ മാറ്റി നന്മയെ പ്രതിഷ്ഠിക്കാനുള്ള, അല്ലെങ്കിൽ നന്മയുടെ പ്രതീകമായിട്ട് തന്നെ ഭഗവാനിൽ സർവവും സമർപ്പിക്കും. ഇത് നിങ്ങളിവിടെ ആലോചിക്കേണ്ട ഒരു വിഷയം, നിങ്ങളിൽ നിന്ന് എത്രത്തോളം മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കപ്പെടുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. വളരെ ശാന്തമായിട്ട് നാമം ജപിക്കുന്ന ആളുകളുണ്ട്, എന്നാൽ തിരക്ക് കൂട്ടി നാമം ജപിക്കുന്നവരുമുണ്ട്. ഒരു വഴിപാടെന്ന വണ്ണം നാമം ജപിക്കുന്നവരുണ്ട്, കൃത്യമായിട്ട് സന്ധ്യാവന്ദനം മുടങ്ങരുത് എന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, എൻ്റെ മനസ്സിനെ എനിക്ക് സ്വസ്ഥമാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നാമം ചെയ്യുന്നവരും കർമ്മം ചെയ്യുന്നവരുമുണ്ട്. അങ്ങനെ സ്വസ്ഥമാകണം എന്ന് വിചാരിച്ച് കർമ്മം ചെയ്യുന്നവരിൽ ഒരു കർമ്മമാണ് തൻ്റെ കാർഷികോൽപ്പന്നങ്ങൾ മുഴുവൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഒരുക്കി വെച്ചുകൊണ്ട് ഭഗവാനോടൊപ്പം അതിനെ കണി കാണാൻ ഒരുങ്ങുന്ന ഒരു പ്രക്രിയ എന്നുള്ളത്. അത് എത്രയോ വലിയൊരു മഹത്വമാർന്ന കർമ്മമാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത്രയും വലിയ മഹത്വമാർന്ന കർമ്മങ്ങളുടെ ഉടമകളാണ് മലയാളികളെന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ സംസ്കാര ഭൂമിയെക്കുറിച്ച്, സാംസ്കാരിക മേഖലയെക്കുറിച്ച് നമുക്ക് നമസ്കരിക്കാം. കാര്യം ഓരോ കർമ്മത്തിലും അതിൻ്റെയൊക്കെ സൂക്ഷ്മതയെ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക, മനസ്സിനെ സ്വസ്ഥമാക്കുക, ശാന്തിയെ കൈവരിക്കാനാവുക, ജീവിത വിജയത്തിലേക്കുള്ള ഓരോ പടവുകളും ചവിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സജ്ജനങ്ങൾ ആലോചിക്കേണ്ട ഒന്ന്, വരാൻ പോകുന്ന വിഷുദിനത്തിൽ ഒരു പുതിയ ഉന്മേഷത്തോടുകൂടി, അല്ലെങ്കിൽ പുതിയൊരു ചിന്തയോടുകൂടി, പുതിയൊരു കർമ്മ പദ്ധതിയിലൂടെ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. മുന്നോട്ടുള്ള ഗമനമാണ് ഏറ്റവും പ്രധാനം, പിന്നോട്ടല്ല. നമ്മൾ പലപ്പോഴും പിന്നോട്ട് സഞ്ചരിക്കുന്ന മനസ്സുകളാണ് നമ്മുടെ കൈവശമുള്ളത്. വിചാരങ്ങളാണ് നമ്മളെ എപ്പോഴും നമ്മളെ നല്ല വഴിക്ക് കൊണ്ടുപോകുന്നതും ചീത്ത വഴിക്ക് കൊണ്ടുപോകുന്നതും. ആ വിചാരങ്ങളെല്ലാം എവിടെ സമർപ്പിച്ചാൽ എല്ലാം സംയമനത്തോട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ. ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളെയും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ട് വിഷുക്കണിയെ കണ്ടാൽ ആ വ്യക്തിയുടെ ജീവിതം എത്രയോ അർത്ഥപൂർണമാകും എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അർത്ഥപൂർണമാക്കേണ്ട ജീവിതത്തെയാണ് വിഷുക്കണിയിലൂടെയും വിഷുദിനത്തിലൂടെയും കേരള സംസ്കാരം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, നമ്മളോട് അനുഷ്ഠിക്കാൻ പറയുന്നത്. ഒരു കാര്യത്തെ അനുഷ്ഠിക്കപ്പെടുമ്പോൾ മാത്രമാണ് ആ വ്യക്തിക്ക് അതിൻ്റെ ഫലത്തെ അനുഭവിക്കാൻ പറ്റുക. നിങ്ങൾ വിഷുദിനത്തിലെ ഏതൊരു ആചാരാനുഷ്ഠാനങ്ങൾ പൂർവികരായിട്ട് വിധിക്കപ്പെട്ടിട്ടുണ്ടോ ആ അനുഷ്ഠാനത്തെ പ്രത്യേകം നിങ്ങൾ അനുഷ്ഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പരിപൂർണമായ വിജയം കൈവരിക്കാൻ പറ്റുക. അപ്പം അനുഷ്ഠാനക്രമത്തിലൂടെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ആ കർമ്മത്തെ അവതരിപ്പിക്കുമ്പോൾ തിന്മയെ ഒഴിവാക്കി നന്മയെ വിജയിക്കാൻ പിന്നെ ആർക്കാണ് സാധിക്കാത്തത് എന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും പറയുന്നുണ്ട് ബ്രാഹ്മ മുഹൂർത്തത്തിൽ വേണം വിളക്ക് കൊളുത്തി വെച്ച് വിഷുക്കണി കാണാനെന്ന് പറയുന്നുണ്ട്. ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുമ്പോൾ നേരം വെളുക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പുള്ള സമയം, ഏകദേശം 4:20 മുതൽ 5:30 വരെയുള്ള ഒരു സമയം ബ്രാഹ്മ മുഹൂർത്തമാണ്. എല്ലാ ദിവസവും ഇങ്ങനെ ഒരു വിഷുവായി സങ്കല്പിച്ചുകൊണ്ട് ആ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു നോക്കിയേ, നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന പരിവർത്തനം എത്രത്തോളമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിനെ ശാന്തമാക്കാനും പരിവർത്തനം മനസ്സിനുണ്ടാക്കാനുമുള്ള ഉപായങ്ങളിലൊന്ന് മനസ്സ് ശാന്തമാകുന്ന ഇടം എവിടാന്ന് നമ്മൾ വ്യക്തമായി ധരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കാർക്കും അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മനസ്സ് ശാന്തമാക്കാനുള്ള ഇടം ക്ഷേത്രത്തിൽ പോയി ഒന്ന് കൈകൂപ്പി തൊഴുതാൽ മാത്രം പോരാ, പിന്നെന്ത് വേണം? ഈശ്വര ഭജനം അത്യന്താപേക്ഷിതമായിട്ട് ചെയ്യണം. ഈശ്വര ഭജനം ചെയ്യാതെ, ഈശ്വര ധ്യാനം ചെയ്യാതെ
ഈശ്വരനിൽ മനസ്സ് സമർപ്പിക്കപ്പെടാതെ ശാന്തത കൈവരിക്കാൻ വ്യക്തികൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് വിഷു ദിനത്തിലെ ആചാരത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഭക്തി ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. ഭക്തി വേണം മനുഷ്യനെന്നുള്ള കാര്യം ഗുരു വ്യക്തമായി പല കൃതികളിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴും നമുക്കാർക്കും അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്നിടത്ത് പരാജയവും ഉണ്ട് താൻ. കാര്യം ഒരു വ്യക്തി ഒരു കാര്യത്തെക്കുറിച്ച് അറിയുക മാത്രമല്ല. ഉദാഹരണം, നിങ്ങൾ കോട്ടയത്തു നിന്ന് കൊടുങ്ങല്ലൂർ വരാൻ, കൊടുങ്ങല്ലൂരാണ് ഞാൻ ഇരിക്കുന്ന സ്ഥലം, കൊടുങ്ങല്ലൂർ വരണമെന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വഴി പറഞ്ഞു തന്നാൽ മാത്രം പോരാ. നിങ്ങൾ അവിടെ നിന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിർവഹിച്ച് ബസ്സിലോ മറ്റു വണ്ടിയിലോ ഒക്കെ ആക്കി ഇങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് കഴിഞ്ഞാലാണ്, യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ എത്താൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ വ്യക്തമായ ധാരണയോടുകൂടി അനുഷ്ഠിക്കപ്പെടുമ്പോൾ മാത്രമാണ് അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയായി മാറാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വിഷു എന്ന് പറഞ്ഞാൽ സമചിത്തതയുടെയും സമഭാവനയുടെയും ദിനമാണ്. ഓണാഘോഷം എന്ന് പറയുന്ന പോലെ തന്നെ കേരളീയരുടെ ഇടയ്ക്ക് അതിലെയും മഹത്വമാർന്ന വ്രതനിഷ്ഠയുടെ ദിനമാണ് വിഷുദിനം. ഓണാഘോഷവും വിഷുദിനവും ധാന്യ കാർഷിക വിളകളുടെ ശേഖരണം എന്നുള്ളത് കൊണ്ട് ഒരു സമഭാവനത്വം ഉണ്ടെങ്കിൽ കൂടിയും വിഷുവിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിഷു ഈശ്വര ഭജനത്തിൻ്റെയും ഈശ്വര സംസ്കാരത്തെ, ഈശ്വര ബോധത്തെ മനുഷ്യനിൽ ഉറപ്പിക്കുന്നതിൻ്റെയും ദിനം കൂടിയാണ് വിഷു. ഒരു മനുഷ്യൻ്റെ ദിവസം ജ്യോതിഷപ്രകാരം ജ്യോത്സ്യരുടെ വർഷം ആരംഭിക്കുന്ന ദിവസം എന്ന് വേണമെങ്കിലും പറയാം. അപ്പം ഈ മേടം രാശിയിൽ നമ്മളൊക്കെ വളരെ ഭക്തിയോടുകൂടി ഭജനം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിന് വേണ്ടുന്ന ഉപായങ്ങളിൽ ഒന്ന്, ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായ മനസ്സോടുകൂടി നാമം ചെയ്യാൻ, നാമം ചൊല്ലുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനായിക്കൊണ്ട് തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്കുണ്ട്. ഏത് പ്രാർത്ഥന? ഗുരുദേവനെ തന്നെ പ്രാർത്ഥിക്കേണ്ടവർക്ക് ഗുരുദേവൻ അവർ പറയുന്ന വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്താണ്? ഈശ്വരനെന്നും ഗുരുവെന്നും രണ്ടില്ല, വിശ്വസിച്ചോർക്കുമ്പോൾ ഒന്ന് തന്നെയാണ്. ഈശ്വരനെന്നോ ഗുരുവെന്നോ രണ്ടില്ല, വിശ്വസിച്ചാൽ അതൊന്നു തന്നെ എന്ന സങ്കല്പത്തിൽ ദൃഢവിശ്വാസത്തിലുള്ളവർക്ക് ഗുരുവിനെ തന്നെ ഭജിക്കാം. ഇനിയല്ല ഭഗവാൻ കൃഷ്ണനെയാണ് അല്ലെങ്കിൽ ശിവനെയാണ്, ആരെ വേണേലും നിങ്ങൾക്ക് ഭജിക്കാൻ പറ്റും. ആ ഭജിക്കുമ്പോൾ എന്ത് വേണം? മനസ്സ് ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് ഭജിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പ്രയത്നം കൊണ്ടേ അത് ഉണ്ടാകുകയുള്ളൂ. അപ്പം യഥാർത്ഥത്തിൽ ആ കഴിവ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മളിൽ കുറെ തിന്മയെ അകറ്റണം, നമ്മളിൽ കുറെ നന്മ വളർത്തിയെടുക്കണം. ഇങ്ങനെ ലോകത്ത് തിന്മയെ ഒരുപാട് വളർത്തിയിരുന്നവരുടെ പേരാണ് അസുരന്മാരെന്ന്. നന്മയെ അവരെയൊക്കെ സംഹരിച്ച് നന്മയെ വളർത്തിയിരുന്നവരുടെ പേരാണ് ദേവന്മാരെന്നും പറയുന്നത്. കാലാകാലങ്ങളിൽ ഓരോ വിശേഷ ദിവസങ്ങൾക്കും ഈ ചരിത്രപരമായ കാര്യങ്ങളുമായിട്ട് പല സംബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. മനുഷ്യരിലെ നന്മയെ ഇല്ലാതാക്കിക്കൊണ്ട്, നന്മയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് തിന്മയെ ഇല്ലാതാക്കിക്കൊണ്ട് ഭഗവാൻ അവതാര കൃത്യത്തിൽ നിർവഹിക്കുന്ന ചില കാര്യങ്ങൾ പുരാണങ്ങളിൽ വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം നന്മയെ ഇല്ലാതാക്കുക, തിന്മയെ ഇല്ലാതാക്കുക, നന്മയെ വളർത്തുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ പറഞ്ഞു വരുമ്പോൾ തന്നെ വൈരുദ്ധ്യമാകുന്ന നമ്മുടെ ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ്. നന്മ എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ വയ്യാത്തൊരവസ്ഥ. എവിടേക്കോ നമുക്ക് ചില പതനങ്ങൾ വന്നുപോയി. തിന്മ മാത്രമായി ഇന്ന് നമ്മുടെ ലോകത്ത്. നന്മ ഒരു വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ കാണാൻ കഴിയില്ല. കാര്യം എന്താ? ഇപ്പം ഞാൻ ഓൺലൈൻ ക്ലാസ്സാണ് എടുക്കുന്നത്. നിങ്ങളും മൊബൈലിൽ, ഞാനും മൊബൈലിലാണ്. നമ്മൾ രണ്ടു കൂട്ടരും മൊബൈൽ ഫോണിൽ ഇരുന്നു കൊണ്ടാണ് ഈ കാര്യങ്ങൾ. ഇന്ന് മൊബൈൽ ഫോണാണ് നമ്മളെയൊക്കെ നയിക്കുന്നത്. ഇതുപോലെ ലോകത്തിന്ന് എല്ലാ മനുഷ്യൻ്റെയും സംസ്കാരത്തെ, എന്നാൽ ഇത് ആവശ്യത്തിന് ഉപയോഗിക്കുകയും അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവൻ വിജയിച്ചു.
പക്ഷെ എന്ത് ചെയ്യാനാ, മലയാളികൾക്ക് സ്വാഭാവികമായൊരു അവസ്ഥയുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനവൻ്റെ ശരി ഏതാണ്, അവനവൻ ചെയ്യുന്ന തെറ്റിനെക്കുറിച്ചുള്ള ബോധം എന്താണ്, ഇത് നമുക്ക് പരക്കെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് മെയിൻ കാരണങ്ങളിലൊന്ന് ജീവിതചര്യയോ ഉപദേശങ്ങൾക്കൊന്നോ പ്രസക്തി ഇല്ലാത്തൊരു കാലമായി. ജീവിതചര്യ എന്ന് പറയുമ്പോഴത്തേക്ക് വിഷുദിനത്തിൽ മാത്രം അനുഷ്ഠിക്കേണ്ടതല്ല നമ്മുടെ ഈ ചര്യകൾ. എല്ലാ ദിവസവും നമുക്കിതൊക്കെ അനുഷ്ഠിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് താനും. പക്ഷെ എന്ത് ചെയ്യാനാ, മനുഷ്യൻ ഏതെങ്കിലും ഒരു ദിവസം 1-ാം തീയതി പോയി ഭഗവാനെ തൊഴുതു, പിന്നെ അടുത്ത മാസം 1-ാം തീയതിക്ക് അത് മാറ്റിവെച്ചു. ഇങ്ങനെ ഓരോ 1-ാം തീയതിക്ക് മാത്രമായിട്ട് ഈശ്വരഭജനം ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ ചുരുങ്ങിപ്പോയി. എല്ലാ ദിവസവും ഈശ്വരസ്മരണയോടുകൂടി കൂടുതൽ കൂടുതൽ മനസ്സിന് ഏകാഗ്രതയും ശക്തിയും ആർജിക്കണമെന്ന് മഹാഗുരുക്കന്മാരെല്ലാം പറഞ്ഞു വെച്ചതിനെ മറന്നുകൊണ്ട് ആ ഏതൊന്നാണോ നിരന്തരം അനുഷ്ഠിക്കേണ്ടതിനെ അതിനെ ചുരുക്കി വെച്ചവരാണ് നമ്മളെല്ലാം. എന്നിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് സമയം കണ്ടെത്തി. അപ്പോൾ എന്നിട്ട് പറയും എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ സമയമില്ല എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും 24 മണിക്കൂർ ഉണ്ടെങ്കിൽ കൂടിയും ഈ സമയമില്ലാത്തവരുടെ എണ്ണം ഇന്ന് കൂടിക്കൂടി വരിക എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ 12 മണിക്കൂറിലും കുറഞ്ഞു പോയി എന്നർത്ഥം. ഇവിടെ നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, നമ്മുടെയൊക്കെ മനസ്സിനെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ വ്യാപരിക്കുകയും ചെയ്താൽ ഒരു ചോദ്യമാണ് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാനുള്ളത്: എവിടെയാണ് എനിക്ക് സമാധാനം ലഭിക്കുക? എന്തിൽ നിന്നാണ് എൻ്റെ മനസ്സ് ശാന്തിയെ കൈവരിക്കുക? എനിക്ക് ആത്യന്തികമായ സുഖം എവിടെ നിന്ന് ലഭിക്കും? എന്ത് കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഷ്ഠിക്കാതെ പോയത് എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ എന്തൊക്കെ അറിഞ്ഞാലും അനുഷ്ഠിക്കേണ്ടതായ കാര്യങ്ങൾ അനുഷ്ഠിക്കാത്തത് കൊണ്ട് ഒരുപാട് മനസ്സുകൊണ്ട് ദുർബലപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും മനസ്സ് അസ്വസ്ഥമാകുന്നവരാണ് നമ്മളെല്ലാം. ഈ അസ്വസ്ഥതയുടെ പ്രധാന കാരണങ്ങൾ ഇതുപോലുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് നമ്മൾ വഴിമാറിപ്പോയത് കൊണ്ടാണ്. ദയവ് ചെയ്ത് എല്ലാവരും വിശ്വാസികളായ ഗുരുഭക്തന്മാരായ നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുഷ്ഠിക്കാൻ വിധിച്ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ നിത്യജീവിതത്തിൽ അനുഷ്ഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അതില്ലാതെ വരുമ്പോഴുണ്ടാകുന്ന പരാജയം കൊണ്ട് മനസ്സിൻ്റെ താളം തെറ്റുന്നു, കുടുംബത്ത് കലഹം കൂടുന്നു, പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. പിന്നെയോ മക്കൾ നല്ല വഴിക്കൂടെ പോകാതെ വരുന്നു. അച്ഛനും അമ്മയും വേറിട്ടുള്ള ഒരു കുടുംബത്തിലാണെങ്കിലും വേറിട്ട മുഖങ്ങളായി. ഇങ്ങനെ വീട് എഴുതി വയ്ക്കും, ഗുരുദേവൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് വീടിൻ്റെ ഐശ്വര്യം. ആ ബോർഡിൽ മാത്രം ഒതുങ്ങുന്ന ഐശ്വര്യത്തിൽ നിലനിൽക്കുന്ന മനസ്സുകളായി നമ്മൾ മാറ്റപ്പെടുമ്പോൾ എല്ലാ സഹോദരങ്ങളും ഒന്ന് ആലോചിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് സ്വന്തം കുടുംബജീവിതത്തിൽ ശാന്തി കൈവരിക്കാൻ ഒരു വിഷുദിനത്തിലാകുക എന്നുള്ളത്. അതിനായിട്ട് ആദ്യം ഞാൻ പറയുന്ന ഒരു കഥ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം. ഭഗവാൻ പലപ്പോഴും അവതരിച്ചിട്ടുള്ളതൊക്കെ തന്നെ ദുഷ്ടനിഗ്രഹത്തിനാണ്, ശിഷ്ടന്മാരുടെ പരിപാലനത്തിനു കൂടിയാണ്. നമ്മൾ എപ്പോഴും ആലോചിച്ച് നോക്കണം, മനസ്സുകൊണ്ടാണോ ദുഷ്ടതയും ശിഷ്ടതയൊക്കെ ഉള്ളത്? നിങ്ങളുടെ മനസ്സിൽ ശിഷ്ടത്വം ഉണ്ടെങ്കിൽ, ഗുണങ്ങളുണ്ടെങ്കിൽ, ആചാര അനുഷ്ഠാനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നല്ല സജ്ജനമായി ഭവിക്കും. നിങ്ങളുടെ മനസ്സ് കൊണ്ട് അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, യാതൊരുവിധ പ്രയോജനവത്തായ കാര്യങ്ങളും ചിന്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ദുർജനത്തിൻ്റെ മനസ്സായി. അവിടെ ഭഗവാൻ അവതരിക്കണം, വേണോ വേണ്ടേ? വേണം. അവിടെ ഭഗവാൻ അവതരിക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? വിഷുദിനത്തെ ആചാരപൂർവം അനുഷ്ഠിക്കുവാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം. അതിന് കൃത്യമായൊരു ദിനചര്യക്രമം. ഈ വിഷുവിന് മുമ്പ് തന്നെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പ്രതിജ്ഞ എടുക്കുക: ഞാൻ സ്വയം പരിവർത്തനം ചെയ്യാൻ തീരുമാനിച്ചു എൻ്റെ മനസ്സിനെ. മറ്റൊരാൾക്ക് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം, അനുഷ്ഠിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇത് കേൾക്കുന്ന ഓരോ സുഹൃതികളായ ജനങ്ങളാണ്. അനുഷ്ഠിക്കപ്പെടുമ്പോൾ നിങ്ങൾ സുഹൃതികളായി കഴിഞ്ഞു. ഇല്ലാത്തവരോ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ അതിനെ ഇറക്കി വിട്ടവർ മാത്രമാണ്.
പരിവർത്തനാത്മകമായ ഒരു ജീവിതത്തെ കാക്ഷിക്കുന്ന ഏതൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയ്ക്കും ഈ വിഷുദിനം ഒരു ആചാര അനുഷ്ഠാനമാക്കിക്കൊണ്ട് ഇനി വരാൻ പോകുന്ന സുദിനം മൊത്തം നമ്മുടെ കുടുംബത്തിന് സർവൈശ്വര്യത്തെ പ്രദാനം ചെയ്തുകൊണ്ടുള്ള ജീവിതചര്യ ഭാര്യയും ഭർത്താവും മക്കളുമെല്ലാം അനുഷ്ഠിക്കപ്പെടുകയാണെങ്കിൽ, മക്കൾ ലഹരിക്കോ മയക്കുമരുന്നിനോ അടിമയാണെന്ന് കേട്ടറിഞ്ഞ് തലയെ കൈവച്ച് സ്വയം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുഷ്ഠിക്കാത്തവൻ ദൈവത്തിനെ പഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കാലഘട്ടമാണ് ഇന്ന്. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിനുള്ള ഏക പോംവഴി സ്വയം ഓരോരുത്തരും പരിവർത്തനം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിഷുദിനത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, രാത്രിയുടെയും പകലിൻ്റെയും തുല്യമായ അവസ്ഥയാണ്. രാത്രിയുടെയും പകലിൻ്റെ തുല്യമായ അവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ രണ്ട് കൈയും കൂപ്പിയാണ് ഭഗവാന്റെ മുമ്പിൽ പോയി തൊഴുന്നത്. ഈ ഒരു കൈ, ഇടത് കൈ രാത്രിയുടെയും വലത് കൈ പകലിൻ്റെയും പ്രതീകമാണെന്ന് പറയപ്പെടുന്നു. അപ്പം രാത്രികൃതം പാപം അല്ലെങ്കിൽ ദിനംകൃതം പാപം, രണ്ട് പാപങ്ങൾ നമുക്കുണ്ട്. ഈ രണ്ട് പാപങ്ങളെയും ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപായമാണ് നമ്മളിങ്ങനെ കൂപ്പുകയോടുകൂടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ രണ്ട് കൈയും കൊണ്ട് വിഷുദിനത്തിൽ രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ ഞങ്ങൾക്ക് ഈ വർഷം ഈ വിഷുദിനത്തിൽ മനപരിവർത്തനം വന്നിരിക്കുന്ന ഒരവസ്ഥ മനസ്സിനുണ്ടാക്കിത്തരണം. ഏത് കർമ്മത്തിന് മുമ്പ് ഭഗവാനെ വിചാരം ചെയ്യാൻ എനിക്ക് സാധിക്കണം. ഭഗവാൻ മാത്രമാണ് ഈ ദുഃഖകയത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനുള്ള ഏക ഉപായം. അതുകൊണ്ട് ഭഗവത് പാദത്തെ വിഷുദിനത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാത്രിയും പകലും ചെയ്യുന്ന സർവ്വവിധത്തിലുള്ള ദുഃഖങ്ങളെയും ശമിപ്പിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പിക്കുക. നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു പദമാണ് ശുചിത്വം എന്നുള്ളൊരു പദം. ശുചിത്വത്തിന് ഭാഗ്യശുദ്ധി എന്നുള്ള അർത്ഥമുണ്ടെങ്കിലും ശങ്കരാചാര്യസ്വാമികളൊക്കെ പറയുന്ന അർത്ഥം ശുചിത്വത്തിന് പറഞ്ഞത് ചെയ്യുന്നവനെന്നാണ്. ആരാണോ എന്താണോ പറയുന്നത് അത് അനുഷ്ഠിക്കുന്നവനെയാണ് ശുചിത്വം ഉള്ള ആളെന്ന് പറയുന്നത്. ആ തലം വെച്ച് നോക്കുമ്പം എൻ്റെ മനസ്സ് ശുദ്ധമാണെങ്കിൽ, എൻ്റെ മനസ്സ് ശരീരശുദ്ധി പോലെ എൻ്റെ മനസ്സും കൂടെ ശുദ്ധമാകണം. എന്തിനാ? പറഞ്ഞത് അനുഷ്ഠിക്കാനായിട്ട്. ഈ കേൾക്കുന്നത് അത്രയും അനുഷ്ഠിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ശുചിത്വത്തോടു കൂടിയ, പറഞ്ഞത് അനുഷ്ഠിക്കുന്നവനായ സ്വഭാവത്തോടു കൂടിയവരായി നാം പരിവർത്തനം ചെയ്യണം. അതിനുള്ള ഒരു കഥയാണ് നരകാസുരവധം, ഭഗവത് കഥയിലെ ഏറ്റവും പ്രധാനമായി. ഗരുഡാരൂഢനായ ഭഗവാനെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക, സത്യഭാമയോടൊപ്പമുള്ള ഭഗവാൻ. അങ്ങനെ രണ്ടും, അതായത് ശക്തിയും ശക്തനും കൂടെ കൂടിച്ചേർന്ന ഭഗവാനാണ് നരകാസുരനെ നിഗ്രഹിക്കുന്നത്. ആ നരകാസുരവധത്തിൻ്റെ സുദിനമായിട്ടാണ് മേടത്തിലെ വിഷു എന്ന് പറയുന്നത്. അങ്ങനെ വിഷു ദിനത്തിലെ മേടത്തിലെ നരകാസുരൻ എങ്ങനെയാണോ നിഗ്രഹിക്കപ്പെട്ടത്, ഒരുപാട് ദുഷ്ടതകൾ ചെയ്ത ഒരു അസുരനാണ്. ഈ അസുരനെ നിഗ്രഹിച്ചില്ലെങ്കിൽ അത്രയും ലോകർക്ക് അമംഗളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് ഭഗവാൻ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവതിയോടൊപ്പം തന്നെ ഭഗവാൻ ഗരുഡാരൂഢനായി നരകാസുരനെ വധിച്ചു. ഗരുഡാരൂഢനായ ഭഗവാനാണ് തിന്മയെ വധിച്ചിരിക്കുന്നത് വിഷുദിനത്തിൽ. അപ്പം നമ്മുടെ മുമ്പിൽ ഗരുഡാരൂഢനായ ഭഗവാൻ വരുമെന്നുള്ളതിൻ്റെ പ്രതീകമാണ് കൃഷ്ണ ഭഗവാനെ മുന്നിൽ വെച്ചുകൊണ്ട് അതിൻ്റെ മുമ്പിൽ എന്താണ്, നമ്മൾ സവോട്ടുരുളിക്കകത്ത് അക്ഷതം വെച്ചു, അരി വെച്ചു, അതുപോലെ തന്നെ നമ്മൾ വാൽക്കണ്ണാടി വെച്ചു, പുതുവസ്ത്രം വെച്ച്, അതുപോലെ പഴവർഗാദികളെല്ലാം വെച്ചുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കുന്നത് നരകാസുരൻ എപ്രകാരം നിഗ്രഹിക്കപ്പെട്ട് നന്മ എത്രത്തോളം തിന്മയെ നശിപ്പിച്ചോ, നന്മ എത്രത്തോളം വളർന്നുവോ അതിൻ്റെ പ്രതീകമാണ് നമ്മുടെ ഉള്ളിലുള്ള നന്മയെ വളർത്തിയെടുക്കാനുള്ള സുദിനമായി ഞാൻ യാതൊരു ക്ലേശങ്ങളെ സഹിച്ചുകൊണ്ടാണോ കർമ്മനിരതനായത്, ആ ക്ലേശങ്ങൾ ഒക്കെ തന്നെ ഭഗവത് പാദാരവിന്ദങ്ങളിൽ ഫലമൂലാദികളായിട്ട് സമർപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകം നമ്മുടെ മുമ്പിൽ
കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ചെയ്യുന്നതിലൂടെ മറ്റൊരു കാര്യം കൂടെ നമ്മുടെ ഇടയ്ക്കുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വശം ഞാൻ പറഞ്ഞത് നന്മയുടെ ജയവും തിന്മയുടെ പരാജയമാണെന്ന് വിചാരിക്കുക. മറുവശം ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു മാതാപിതാക്കൾ സ്നേഹത്തോടെ എവിടെ വസിക്കുന്നുവോ അവിടെ ആ മക്കളും അതോടൊപ്പം അതിനെ അനുകരിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടാവും. മാതാപിതാക്കൾ എപ്പോഴും വൈരുദ്ധ്യത്തോടുകൂടി പരസ്പരം സ്നേഹമില്ലാതെ വിശ്വാസമില്ലാതെ കലഹപ്രിയരായിട്ട് ജീവിക്കുന്നുവോ അവിടെ നിന്ന് അസ്വസ്ഥചിത്തരായ മക്കൾ അവരുടെ സ്വഭാവങ്ങളൊക്കെ ദുസ്വഭാവങ്ങളോടുകൂടി അവർ ഓരോ ദുസ്വഭാവത്തിനും അടിമകളായി അച്ഛനും അമ്മയും ഏതൊരു കാലത്ത് നല്ലവണ്ണം ജീവിക്കാതിരുന്നവോ അതിൻ്റെ ഫലമെല്ലാം എന്തായി മക്കളിലൂടെ തന്നെ ലഭിക്കുന്നതാണ്. കാര്യം എന്താ, അവനവൻ്റെ വാശി, അവനവൻ്റെ ദുർസ്വഭാവം, ഇതിനെല്ലാം അടിമപ്പെട്ട് ക്രോധാവിഷ്ടരായി നരകാസുരനെ പോലെ ജീവിക്കുന്ന നമുക്കോരോരുത്തർക്കും നമ്മുടെ പാരമ്പര്യത്തെ നന്നാക്കാൻ എങ്ങനെയാണ് സാധിക്കുക? നമ്മുടെ മക്കളെ നല്ല വഴിക്കൂടെ നയിക്കാൻ എങ്ങനെ? ഉപദേശം മാത്രം മതിയോ? പ്രവൃത്തി വേണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾ ഒരു വിഷുക്കണി ഒരുക്കി വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു നല്ല സംസ്കാരത്തെയാണ് നമ്മുടെ മക്കളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത്. മക്കളെ, നമ്മൾ ചെയ്യുന്ന ഒരു നല്ല സംസ്കാരമാണ്. അമ്മയും അച്ഛനും അതിൻ്റെ മുമ്പിൽ വന്ന് തൊഴുത് നിന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവത് നാമങ്ങൾ ചൊല്ലുമ്പോൾ തീർച്ചയായും അത് കണ്ട് അനുകരിക്കുന്ന സുഹൃത്തുക്കളായ മക്കളും ഉണ്ടാവും. അമ്മയും അച്ഛനും അത് അനുഷ്ഠിക്കപ്പെടുമ്പോൾ കേവലം നാമമാത്രമായ ഒരു ആഘോഷമാക്കി മാറ്റരുത്. മനസ്സിനെ മാറ്റാനെന്ന വിധത്തിൽ, മനസ്സിനെ നന്നാക്കുക എന്നുള്ള വിധത്തിലായിരിക്കണം ആ അനുഷ്ഠാനം. അത്യന്തം ഭക്തിയോടുകൂടിയായിരിക്കണം. വിഷ്ണു അഷ്ടകത്തിലും അതുപോലെ തന്നെ മറ്റു കൃതികളിലുമൊക്കെ ഭൂയോവൃത്തി നിവർത്തിയായി ശ്രീകൃഷ്ണ ദർശനം എന്ന കൃതികളിലൊക്കെ ഗുരുദേവൻ അവതരിപ്പിച്ചിട്ടില്ലേ? അതൊക്കെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക. അതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ സുഹൃതികളായ നമ്മുടെ ജന്മം മറ്റുള്ളവർക്ക് കൂടി ആ സംസ്കാരത്തെ നൽകിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ലോകം വിടുന്നതെന്നുള്ള കാര്യം വിസ്മരിക്കരുത്. അതുകൊണ്ട് എല്ലാ സുഹൃതികളുമായ ആളുകളോട് പറയുന്നത്, ഇതിനെ ഒന്നും ലംഘിക്കാതെ ഈ ആചാരാനുഷ്ഠാനങ്ങളെ വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നിങ്ങളുടെ സന്തതി പരമ്പരകൾ പോലും അത് അനുഷ്ഠിച്ചുകൊണ്ട് പുതിയൊരു പരിവർത്തനാത്മകമായ മനസ്സും സ്വസ്ഥത നിറഞ്ഞ വീടിൻ്റെ അന്തരീക്ഷവും സൃഷ്ടിക്കപ്പെടുന്നതാണ്. അപ്പം നിങ്ങൾ തിരിച്ച് ഇന്ന് ആലോചിച്ച് നോക്കുക, ചെയ്യേണ്ടത് ചെയ്താലല്ലേ നമുക്കൊക്കെ ഗുണമുള്ളൂ എന്ന് ആലോചിച്ച് നോക്കുക. ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടില്ലേ, എന്താ, ഉണരുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഉണരുക, ഇങ്ങനെയുള്ള പ്രക്രിയ മാത്രം മതിയോ മനുഷ്യന്? അതിനപ്പുറത്തേക്ക് മനുഷ്യ മനസ്സിനെ കൂടുതൽ ഉയരത്തിലെത്തിക്കുവാൻ, മനുഷ്യ മനസ്സ് കഴിവുകളെ ആർജിച്ചുകൊണ്ട് ജീവിത വിജയം കൈവരിക്കുവാൻ, ഇഹലോക ജീവിതം ധന്യമാക്കുവാൻ നമുക്കെല്ലാവർക്കും പ്രയത്നം ആവശ്യമല്ലേ? നാം എല്ലാവരും ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ട കർത്തവ്യത്തിൽ നിന്ന് പിന്മാറുന്നത് നമുക്കൊക്കെ ഉചിതമാണോ? അതുകൊണ്ട് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുന്നവരാകുക ഉത്തമരായിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ. എല്ലാവർക്കും പ്രാർത്ഥിക്കാം, എല്ലാവർക്കും ജപിക്കാം മന്ത്രത്തെ. ഇവിടെ തന്നെ മന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജ്ഞാനാർത്ഥകങ്ങളാണ് മന്ത്രങ്ങൾ, അതുപോലെ തന്നെ വിചാരാർത്ഥകങ്ങളാണ് മന്ത്രങ്ങൾ, സൽക്കാരാർത്ഥകങ്ങളാണ് മന്ത്രങ്ങൾ. മന്ത്രത്തെ ജ്ഞാനാർത്ഥകമെന്നും വിചാരാർത്ഥകമെന്നും സൽക്കാരാർത്ഥകമെന്നും പറയുന്നുണ്ട്. ദിവാദി ഗണത്തിൽ വരുന്ന മനുധാതുവിൽ നിന്നാണ് മന്ത്രം എന്ന് പറയുന്ന ശബ്ദം ഉൽപ്പന്നമായിരിക്കുന്നത്. ഈ മന്ത്രശബ്ദം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അർത്ഥത്തിലെല്ലാം തന്നെ, മനുധാതുവിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ അർത്ഥത്തിലെല്ലാം തന്നെ മന്യതേ ജ്ഞായതേ ഈശ്വരാദേശ അനേന ഇതി മന്ത്ര. ഈശ്വരൻ്റെ പ്രവേശം ഏതൊരു ശബ്ദത്തിലാണോ ഉണ്ടായിരിക്കുന്നത് അതാണ് മന്ത്രം. ഈശ്വര ചൈതന്യം മുഴുവൻ മന്ത്രത്തിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പം മന്ത്രം എങ്ങനെ ജപിക്കണം? രാവിലെ എഴുന്നേറ്റ് വിഷുദിനത്തിലായാലും മറ്റുള്ള ദിവസങ്ങളിലായാലും ശരി, നമ്മൾ ജപിക്കേണ്ടത് എങ്ങനെയാണ്? വളരെ ശ്രദ്ധയോടുകൂടി, നട്ടെല്ലൊന്നും വളയാണ്ട് നിവർന്നിരുന്നു കൊണ്ട് ഏകാഗ്രതയോടുകൂടി
മറ്റ് വിഷയങ്ങളൊന്നും ഭഗവാനെ മനസ്സിൽ വരരുതേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ലക്ഷ്യബോധത്തോടു കൂടി വേണം ജപിക്കുവാൻ. ഇങ്ങനെ ജപിക്കുന്ന ആളുകൾക്കാണ് മന്ത്രത്തിൻ്റെ ഫലസിദ്ധി എന്ന് പറയുന്നത് ഉണ്ടാകുക. നമ്മളെ സംബന്ധിച്ചിപ്പം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെന്നു, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു വഴിപാടിന് രസീത് എടുത്തു, അതെന്നിട്ട് കൊണ്ടുവന്ന് നടയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഇലയിൽ ചന്ദനവും പുഷ്പവും വെച്ച് പ്രസാദം നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ലഭിച്ചു എന്നുള്ള ഒരു വിചാരത്തിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്കും പോവുകയാണ്. യഥാർത്ഥത്തിൽ അത് കേവലം ഭഗവാന് വേണ്ടി, അതായത് ഗീതയിൽ പറയുന്ന പോലെ എല്ലാവരും അന്യോന്യം പരസ്പരം ഭാവേന്ത ശ്രേയപരം അവാപ്സ്യത, ഭഗവാന് ഞങ്ങൾ കൊടുക്കുന്നു, നിങ്ങൾക്ക് ഭഗവാൻ തരുന്നു. ഇങ്ങനെ അന്യോന്യം എല്ലാവരും ഭഗവാനും ഭഗവാൻ ഞങ്ങൾക്ക് ഐശ്വര്യം തരുന്നു എന്നുള്ളൊരു പ്രതീകം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ നാമം ജപിക്കാതെ ഒരു കാലത്തും നിങ്ങളുടെ മനസ്സിനെ ഉയർത്തുവാൻ, നിങ്ങളുടെ മനസ്സിന് ഗുണമുണ്ടാക്കിയെടുക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നരകാസുരനെ ആരാണോ, ഏതൊരു ഭഗവാനാണോ നിഗ്രഹിച്ചത്, ആ ഭഗവാൻ ഈ വിഷുദിനത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിനെ പരിശുദ്ധമാക്കട്ടെ. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയുള്ള അസുരൻ്റെ സംസ്കാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മനസ്സിൽ നിന്ന് ഭഗവത് ഐശ്വര്യം കൊണ്ട്, അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് അറിയുന്നതിൻ്റെ ബോധം കൊണ്ട് ഇല്ലാതായി പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിഷുദിനത്തിന് ആശംസകൾ അർപ്പിക്കുമ്പോൾ അത് കർമ്മനിരതരായ വ്യക്തികൾ തമ്മിലായിരിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ തമ്മിലായിരിക്കണം. നമുക്കറിയാം നമ്മുടെ സമൂഹം ഇന്ന് എങ്ങോട്ടാണുള്ള യാത്രയെന്നുള്ളത്. സൽക്കർമ്മം എന്നുള്ളത് ഒരു ബോർഡോ ഒരു വാക്കോ ആയി മാറിക്കഴിഞ്ഞു. സൽക്കർമ്മം ചെയ്യാനുള്ള ആളുകളുടെ മനസ്സ് ഇന്ന് കുറഞ്ഞു തുടങ്ങിയിരിക്കുമ്പോൾ സൽക്കർമ്മം ചെയ്യാനുള്ള ഉപായങ്ങളിൽ ഒന്നാണ് ആചാരവും അനുഷ്ഠാനവും അതോടൊപ്പമുള്ള മന്ത്രജപാദികളും ഒക്കെ തന്നെ. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ചെറിയൊരു കഥയും കൂടെ ഗുരുദേവ ജീവചരിത്രത്തിലെ പറയുന്നത് ശരിയാണ്, ഈ തരുണത്തിൽ ശരിയാവും. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പ്രത്യേകിച്ച് ഒരു ചുരുക്കെഴുത്തിൽ പറയുകയാണ്. അതായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശങ്കരം പരദേശി സ്വാമി. ഞാനിപ്പോൾ പറയുന്ന ഈ ക്ലാസ് വളരെ സിമ്പിളായിട്ട് വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു സംസ്കൃത ശ്ലോകം പോലും ചൊല്ലുന്നില്ല. കാര്യം എന്താ? വിശ്വാസമാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തോടു കൂടിയിരുന്ന് പറയുന്ന ആളും വിശ്വാസത്തോടു കൂടിയിരിക്കുക, കേൾക്കുന്ന ആളും വിശ്വാസത്തോടു കൂടിയിരിക്കുക. രണ്ടിൻ്റെയും കൂടെ പാരസ്പര്യ ബന്ധം കൊണ്ടാണ് ഈ പറയുന്ന കാര്യത്തിൻ്റെ ഗുണം ഉണ്ടാകുകയുള്ളൂ. നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തെക്കുറിച്ച്, ഭഗവാനെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, ജീവിതചര്യയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുമ്പം ഞാൻ പറയുന്ന അത്രയും നിങ്ങൾ കേൾക്കുകയും നിങ്ങളത് അനുഷ്ഠിക്കാനുള്ള ഒരു മനസ്സ് പതുക്കെ പതുക്കെ രൂപാന്തരപ്പെടുത്തിയെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞ കഥയിനകത്ത് നന്മയെ ഭഗവാൻ തിന്മയാകുന്ന നരകാസുരനെ നിഗ്രഹിച്ചുകൊണ്ട് നന്മയെ സ്ഥാപിച്ചു എന്നുള്ള കഥ പറഞ്ഞു. അതാണ് വിഷുദിനമെന്നും പറഞ്ഞു. അപ്പം നമ്മളിലുള്ള നന്മയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് തിന്മയെ ഇല്ലാതാക്കാനുള്ള കർമ്മ പദ്ധതിയായ വിഷുദിനത്തിലെ ആഘോഷ പരിപാടികൾ, അനുഷ്ഠാനക്രമങ്ങളെല്ലാം അനുഷ്ഠിക്കുക എന്നുള്ളതൊപ്പം തന്നെ ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു വരുമ്പോൾ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഗുരുദേവൻ്റെ ജീവചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഗുരുദേവൻ്റെ ജീവചരിത്രത്തിലെ ശങ്കരം പരദേശി സ്വാമികളെക്കുറിച്ചൊരു കഥയുണ്ട്. ശങ്കരം പരദേശി സ്വാമി ഒരിക്കൽ നമ്മുടെ പ്രധാനപ്പെട്ട ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രമാണ് കോലത്തുകര ശിവക്ഷേത്രം. ദാരിദ്ര്യ മഹാദുഃഖം അടഞ്ഞിടരുതെന്നിൽ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനെ എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ആ പ്രാർത്ഥന. അങ്ങനെ ഗുരുദേവൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ട കോലത്തുകര ക്ഷേത്രം ഏറ്റവും പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രമാണ്. അതുകൂടാതെ ഒരു മേനോൻ അവിടെ ഉണ്ടായിരുന്നു. ആ മേനോൻ ഒരു ഗുരുദേവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗുരുദേവൻ്റെ പടം വരച്ചു. അത് കുമാരനാശാനിലൂടെ
കുമാരനാശാനും ഗുരുദേവനും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് അത് കൈമാറിയപ്പോൾ ഗുരുദേവൻ പറഞ്ഞ വാക്ക് ഇത് നമ്മെപ്പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കുമാരനാശാനാൽ പിന്നീട് പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം. ഇങ്ങനെയൊക്കെയുള്ള മഹത്വമാർന്ന കോലത്തുകര ക്ഷേത്രത്തിൽ ശങ്കരം പരദേശി എന്ന് പറയുന്ന നമ്മുടെ വൈദിക തന്ത്രശാഖയെ ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മ പദ്ധതി ഏതൊക്കെ വേണമെന്ന് നിർദ്ദേശിച്ച ആള് ശങ്കരം പരദേശി സ്വാമിയാണ്. ആ ശങ്കരം പരദേശി സ്വാമി അടുത്തുള്ള ഗുരുദേവൻ ആ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു വീട്ടിൽ വന്നെന്നറിഞ്ഞപ്പോൾ ക്ഷേത്രത്തിലെ അത്താഴ പൂജയും കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു കാവുണ്ട്. ആ കാവിൻ്റെ സർപ്പക്കാവാണ്. അനവധി സർപ്പങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പകല് പോലും ആളുകൾ സഞ്ചരിക്കാൻ ഭയക്കുന്ന സർപ്പക്കാവിൻ്റെ അടുത്തൂടെ തൻ്റെ കയ്യിലുള്ള റാന്തൽ വിളക്കും എടുത്ത് ഗുരുദേവനെ കാണാൻ ഗുരുദേവൻ വന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന സമയത്ത് ഗുരുദേവൻ വരാന്തയിൽ കിടന്നുറങ്ങുന്നു. മറ്റുള്ളവരെല്ലാം അത് കഴിഞ്ഞപ്പോൾ ഉറങ്ങി. ഗുരുദേവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും അവിടെ ശബ്ദിക്കാനൊന്നും പാടില്ല. ഇങ്ങനെ പോകുന്ന വഴിക്ക് സർപ്പക്കാവിൻ്റെ അവിടെ റാന്തൽ വിളക്കുമായിട്ട് പോകുന്ന വഴിക്ക് ശങ്കരം പരദേശി സ്വാമിയുടെ കാലിലെന്തോ കടിച്ചു. ഈ കാലിൽ കടിച്ച സമയത്ത് റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്ത് നോക്കിയപ്പം ഒരു പാമ്പായിരുന്നു. ഇത് കണ്ടൊന്ന് ഭയന്ന ശങ്കരം പരദേശി സ്വാമി പാമ്പ് എഴഞ്ഞു പോകുന്നുണ്ട്. വേദനിക്കുന്ന മനസ്സും വേദനിക്കുന്ന ശരീരവുമായിട്ട് ഗുരുദേവന്റെ അരികിലേക്ക് പോയി. ഇനി ഗുരുദേവൻ തന്നെ ശരണമെന്ന് വിചാരിച്ചുകൊണ്ട് പാമ്പ് തന്നെ കടിച്ചിരിക്കുകയാണ്. ഗുരുദേവന്റെ അരികിൽ ചെന്നപ്പോൾ ഗുരുദേവൻ നല്ല നിദ്രയിലാണ്. ഉണർത്താതെ ശങ്കരം പരദേശി സ്വാമി ഗുരുദേവന്റെ പാതാരവിന്ദത്തിനരികിൽ ഇരുന്നിട്ട് ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട്? ഏതൊരു ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണോ എനിക്ക്, ഏതൊരു ഭഗവാന്റെ മുഖാരവിന്ദത്തെ കണ്ടുകൊണ്ടാണോ എനിക്ക് മരിക്കുവാൻ സാധിക്കും, അതെൻ്റെ കോടി കോടി പുണ്യ സുഹൃതമാണെന്ന് ആര് മനസ്സിൽ വിചാരിച്ചു? ശങ്കരം പരദേശി സ്വാമി. നമ്മളൊന്ന് ആലോചിക്കണം. ഗുരുദേവന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് ഇത് പറയുന്നത്. ഗുരുദേവന്റെ അരികിലിരുന്ന് ഗുരുദേവന്റെ കാലിലൊന്ന് തൊട്ട്. അപ്പൊ ശരീരത്തിലൂടെ ഒരു ചെറിയ വൈദ്യുത തരംഗം പോലൊരു ഇതുണ്ടായി എന്നാണ് പറഞ്ഞത്. ഗുരുദേവനെയും മുഖത്തും സ്മരിച്ചുകൊണ്ട് അങ്ങനെ തളർന്ന് ഗുരുദേവന്റെ അരികിലിരുന്നു. നേരം 3 മണിയായി. ഗുരുദേവൻ എഴുന്നേറ്റു. ഈ സമയത്ത് ശങ്കരം പരദേശി സ്വാമി പാദാന്തികത്തിലുണ്ട്. ഗുരുദേവൻ കണ്ടു. രണ്ടുപേരും എഴുന്നേറ്റു. ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം ശങ്കരം പരദേശി പറഞ്ഞു, ഗുരുദേവനോട് പറഞ്ഞു. ഗുരുദേവൻ കുളിക്കാൻ പോകുന്ന വഴിക്ക് ഇപ്പം എന്തെങ്കിലും മരുന്ന് പറയുമെന്ന് ശങ്കരം പരദേശി സ്വാമി വിചാരിച്ചു. പക്ഷേ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ കാലിൽ പിടിച്ചു നോക്കി. കടിച്ച ഭാഗം കണ്ടു. വിഷമുള്ളതാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാല് പതുക്കെ വിട്ടുകൊണ്ട് കുളിക്കുന്ന കുളിക്കടവിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗുരു മന്ത്രിച്ചൊരു മന്ത്രമുണ്ട്. അതാണ് നമ്മളെപ്പോലുള്ള വിശ്വാസി സമൂഹങ്ങളെല്ലാം സ്മരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതും. എന്താന്ന് ചോദിച്ചാൽ, നിന്നെ വിശ്വാസം രക്ഷിച്ചു. മരുന്നൊന്നുമല്ല ഗുരു പറഞ്ഞത്, വിശ്വാസം രക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇവിടെ പറയുന്ന ഈ ആശയം, വിശ്വാസങ്ങളാണ് പലപ്പോഴും നമ്മളെ രക്ഷിക്കുന്നത്. നിത്യജീവിതത്തിൽ ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കപ്പെടുമ്പോഴും, ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കുമ്പോഴും, മക്കളെ വിശ്വസിക്കുമ്പോഴും പരസ്പരമുള്ള വിശ്വാസം കൊണ്ടാണ് ഒരു കുടുംബജീവിതം തന്നെ അർത്ഥപൂർണമാകുന്നത്. പലപ്പോഴും ഈ വിശ്വാസങ്ങൾ നഷ്ടപ്പെടുന്നിടത്താണ് കലഹവും നരഹത്യകളും ഒക്കെ തന്നെ ഉടലെടുക്കുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും ഇടകലർന്നു നിൽക്കുന്ന നല്ലൊരു ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതിനുള്ളൊരു പ്രയത്നം നമ്മളെല്ലാവരും ആർജിക്കണം. വിശ്വാസം മനുഷ്യൻ്റെ വിളക്കാണെന്ന് കുമാരനാശാൻ പറഞ്ഞത് വിസ്മരിക്കരുത്. ആ വിളക്ക് വേണ്ടി മുന്നോട്ട് ഗമിക്കാൻ ഓരോ സുഹൃത്തുക്കളായ മനുഷ്യനും സാധിക്കണം. അത് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായി എന്ന് തന്നെ പറയാം. അപ്പം അതുകൊണ്ട് വിഷുദിനത്തിലെ ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് നന്മയെ ജയിച്ച ഭഗവാനും തിന്മയാകുന്ന അസുരൻ്റെ നിഗ്രഹവും. തിന്മകളെയൊക്കെ നിഗ്രഹിക്കാൻ നമുക്ക് കഴിയുന്ന
എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കുമ്പോൾ മാത്രമാണ്. എൻ്റെ മനസ്സിലുള്ള തിന്മകൾ അകലണമെങ്കിൽ ഞാൻ ചെയ്യുന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം മാത്രം പോരാ, മനസ്സുകൊണ്ട് വിചാരങ്ങളും അവശ്യം അനുഷ്ഠിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ അറിയാം, ഇന്ദ്രിയങ്ങൾ നമ്മളെയൊക്കെ ബലാതെ ആകർഷിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് മനസ്സും പുറകെ പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയൊക്കെ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ഏതൊക്കെ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നോ അവിടെ നിന്ന് നല്ല വിഷയങ്ങളല്ലാത്തതൊക്കെ തന്നെ, നല്ല വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഉണ്ടാവും നല്ലതും ചീത്തയും. ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ അത്രയും നല്ലതാണ്. രാവിലെ എഴുന്നേറ്റ് ഒരു ഗുരുഭക്തനാണെങ്കിൽ നിലവിളക്കൊക്കെ കൊളുത്തി വെച്ച് നല്ല പ്രാർത്ഥനകളും ചൊല്ലി അവൻ്റെ ദിവസം ആരംഭിക്കും. മറിച്ച് ഗുരുഭക്തി കേവലം നാമമാത്രമാണെങ്കിൽ മഞ്ഞ വസ്ത്രവും ധരിച്ച് നല്ല മഞ്ഞക്കൊറിയും ധരിച്ച് വേണമെങ്കിൽ ഒരു മഞ്ഞക്കൊടിയും പിടിച്ച് നടക്കും. പക്ഷെ അത് ബാഹ്യ ആചാരം മാത്രമാണ്. ബാഹ്യമായ സാധനയും അന്തരംഗ സാധനയും രണ്ടും രണ്ടാണ്. രണ്ടും രണ്ട് ഫലത്തെയാണ് ഒരു മനുഷ്യന് നൽകുന്നത്. ബാഹ്യ ആചാരങ്ങൾ വേണം, ബാഹ്യ സാധനകൾ വേണം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അതിനോടൊപ്പം തന്നെ അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട്, മനസ്സ് ശുദ്ധമാക്കി വെച്ചുകൊണ്ട്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വിചാരം ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ജീവിതം ആരംഭിക്കുന്നു. അപ്പോൾ അങ്ങനെ തുടക്കം നല്ലതാക്കി തീർത്താൽ അതിൻ്റെ പരിസമാപ്തിയും നല്ലതാകും. വിഷു ദിനത്തിൽ ആരംഭിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും വളരെയധികം അർത്ഥപൂർണത കൈവരിക്കാൻ കഴിയുമെന്ന് പണ്ടേ മുതൽ ആചാര്യന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നു. പക്ഷേ വിഷുദിനത്തിൽ മാത്രം മതിയോ അതോ പിന്തുടരണോ എന്നുള്ള വിഷയമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. എല്ലാ ദിവസവും നമ്മുടെ മനസ്സ് ഓരോരോ വിഷയങ്ങളിൽ പെട്ട് ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുക, എന്ത് ശരി എന്ത് തെറ്റെന്നുള്ള കാര്യം. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സ്വബോധമുണ്ടാക്കിക്കൊണ്ട് ഒരു ആത്മനിയന്ത്രണം ഉണ്ടാക്കി തരുന്നത് നമ്മൾ അനുഷ്ഠിക്കപ്പെടുന്ന ഈശ്വരാർപ്പണ കർമ്മങ്ങൾ മാത്രമാണ്. നാമം ജപിക്കുക, അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക, മറ്റുള്ളവരെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ നല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയാകുക. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കപ്പെടുമ്പോഴേ നമ്മളിലുണ്ടാകുന്ന പരിവർത്തനം മറ്റുള്ളവരെ കൂടി അതൊരു വലിയ ഗുണകരമായി ഭവിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ആരും വിസ്മരിക്കരുത്. അതുകൊണ്ട് ശ്രീനാരായണ വിശ്വാസികൾക്കെല്ലാം തന്നെ വരേണ്ട, അല്ലെങ്കിൽ എല്ലാ ഭഗവത് ഭക്തന്മാർക്കും വന്നു ചേരേണ്ട ഒരു ഉത്തമ ഗുണം എന്ന് പറയുന്നത് നന്മയെ വളർത്തിക്കൊണ്ട് തിന്മയെ ഇല്ലാതാക്കിക്കൊണ്ട് ഉള്ള ഒരു ജീവിതമാണെങ്കിൽ വിഷുദിനത്തിൽ അത് സമഭാവനയോടും സമചിത്തതയോടും ശുദ്ധിയോടും കൂടി അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. ഈശ്വര പ്രാർത്ഥനാനിരതമായ ഒരു ജീവിതം അതിന് അത്യന്താപേക്ഷിതമാണ്. അതിന് വിഷുദിനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമായി നമ്മൾ കരുതുക. വിഷുദിനത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം കൃത്യമായി ചെയ്തിരിക്കുക, പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കുക. മനസ്സിനെ ജയിക്കാൻ കഴിയുന്നത് നമുക്കെല്ലാവർക്കും അവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ്. സ്വസ്ഥതയും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരുമെങ്കിലും അത് കൈവരിക്കാനുള്ള ഉപായങ്ങളിൽ ഒന്നാണ് ഈശ്വര പ്രാർത്ഥനയോടുകൂടിയ ആചാരാനുഷ്ഠാനങ്ങൾ. അത് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി സ്വാമിജി. ഇത്രയും സമയം വിഷു എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മളോട് സംസാരിച്ചത് ബ്രഹ്മശ്രീ ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികളാണ്. വിഷുവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും സ്വാമിജി നമുക്ക് വളരെ ലളിതമായി മനോഹരമായി പറഞ്ഞു തരികയുണ്ടായി. ഇത്രയും സമയം ക്ലാസ് എടുത്ത സ്വാമിജിക്ക് കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെയും സ്വാമിജിയെ ശ്രവിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ പര്യവസാനിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥന ആലപിക്കുന്നത് ഒരു മിനിറ്റ്, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. എല്ലാവർക്കും സംശയമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പ്രക്രിയ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെടാം. ഇല്ലല്ലോ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
സ്വാമിജി ആ പറഞ്ഞോ. നമസ്തേ. നമസ്തേ നമസ്തേ നമസ്തേ. സ്വാമിജി, ഗുരുദേവൻ ത്രിഗുണങ്ങളെ, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങളെ മാനിച്ചിരുന്നു. അതായത് ജാതിയുടെ അടിസ്ഥാനം ഈ ഗുണങ്ങൾ ഓരോരുത്തരിൽ എത്രത്തോളം ഉണ്ടെന്നനുസരിച്ചായിരുന്നു പണ്ട് കണക്കാക്കിയിരുന്നത്. ഗുരുദേവൻ ഈ ഗുണങ്ങളെ ആദരിച്ചിരുന്നു എന്നൊരു സംശയം. ഇതിനാൻ ചോദിക്കാൻ ഇവിടെ ചോദിക്കാവൂന്ന് അറിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ സന്തോഷം. അത് പ്രധാനമായിട്ടും എന്തായാലും ചോദിച്ചത് വളരെ നല്ലതാണ്. സത്വം രജസ്തമ ഗീതയിൽ പറയുന്നുണ്ട്, ഗുണങ്ങളെ ആശ്രയിച്ചിട്ടാണ് ജാതി എന്നുള്ള രീതിയിൽ. അത് ഈ ഗീതയിൽ പറയുന്ന ജാതിയും ഇന്നത്തെ ജാതിയും വ്യത്യാസമുണ്ട്. അത് ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നുണ്ട്, ഇന്നത്തെ ജാതിയും വ്യത്യാസമുണ്ട്. പിന്നെ ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട്, സത്വം രജസ്തമോ ഗുണങ്ങൾ ആരിലും സ്ഥിരമായി നിൽക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ജാതി, അങ്ങനെ ഒരു സങ്കല്പത്തിലാണ് ജാതി പറഞ്ഞതെങ്കിൽ അങ്ങനെ ഒരു ജാതി അപ്പോൾ ആരിലും സ്ഥിരമായി നിൽക്കില്ലല്ലോ. കാര്യം എന്താന്ന് വെച്ചാൽ, എന്നാൽ എന്നിൽ ഇപ്പം സത്വഗുണം ഉണ്ടെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ രജോ ഗുണമായി, ഇച്ചിരി കഴിയുമ്പോൾ തമോ ഗുണമായി. അപ്പം എന്നിൽ തന്നെ ഉണ്ട് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എല്ലാം എന്ന അർത്ഥത്തിൽ ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാതി അത് പിൽക്കാലത്ത് വന്ന ഈ വ്യാഖ്യാനങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ അത് പറയാൻ സാധ്യത കുറവാണ്. ഇന്നത്തെ ജാതി അല്ല അന്നത്തെ സങ്കല്പത്തിലുള്ള ജാതി എന്നുള്ളത് കൊണ്ടാണ് സത്വ രജോ തമോ ഗുണം എന്നുള്ള രീതിയിൽ അവിടെ വേർതിരിച്ചിട്ടുള്ളത്. പിന്നീട് അത് ഭാഷ്യകാരൻ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പുഴുക്കുത്തിനെയും വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനം വന്നപ്പോൾ പിന്നെ അത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരായി മാറി. പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്ന രീതി ചിന്തിക്കുകയാണെങ്കിൽ ആയൊരാശയത്തിൽ ജാതി എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ യഥാർത്ഥത്തിൽ ഗുരുദേവൻ പറഞ്ഞ ആശയത്തെ നമ്മൾ നോക്കുമ്പം ജാതി കൊണ്ട് മനുഷ്യന് യാതൊരു ഗുണവും ഇല്ല, ദോഷങ്ങളല്ലാണ്ട് ഗുണമില്ല, മനുഷ്യരുടെ ഐക്യത്തെ നശിപ്പിക്കുന്നതുമാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാഴ്ചപ്പാട്, അതായത് ജാതിയെ സത്വരജസ്തമോ ഗുണാധിക്യത്തോടുകൂടി ഒരു കാരണവശാലും വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. ഗീതയിൽ 18-ാം അധ്യായത്തിൽ എന്താണ് സത്വഗുണം, എന്താ രജോ ഗുണം, എന്താ തമോ ഗുണം എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. സ്വാമിജി നമസ്തേ. വിഷുഫലത്തെ പറ്റി സ്വാമിജി എനിക്ക് സംശയമുണ്ട്. അത് ശരിയാണോ? എങ്ങനെ തീരുമാനിക്കുന്നു? അത് ജ്യോതിഷപ്രകാരമാണോ? ചോദിച്ചാലോട് ചോദിക്കുകയാണ്, ജ്യോതിഷപ്രകാരമാണോ അതോ നമ്മൾ ചെയ്യുന്ന കർമ്മപ്രകാരമാണോ? പണ്ട് വിഷുഫലം പറയുമായിരുന്നല്ലോ, അതനുസരിച്ച് ചോദിച്ചതാണ്. അതായത് വിഷുഫലം എന്ന് പറയുന്നത് സാമാന്യമായിട്ട് പറയുന്നത് ഇപ്പൊ ജ്യോത്സ്യപ്രകാരം അവര് നല്ല ഭക്തിപൂർവ്വം ഗണിച്ചു നോക്കിക്കൊണ്ട് പ്രവചിക്കുന്നതിനകത്ത് തെറ്റില്ല. അത് ജ്യോത്സ്യം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണല്ലോ, വേദത്തിന്റെ കണ്ണാണെന്നാണല്ലോ പറയപ്പെടുന്നത്. പിന്നെ അത് നല്ലവണ്ണം അറിഞ്ഞവരുടെ എണ്ണം ഇന്ന് കുറഞ്ഞു എന്നുള്ളതാണ്. നല്ലവണ്ണം പഠിച്ചവര്, സംസ്കൃത വിജ്ഞാനം ഉള്ളവര് ഒക്കെ കുറഞ്ഞു പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ ഇവിടെ വിഷുഫലം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ മനസ്സുമാണ്. ഇന്നലകളിൽ ചെയ്തതിൻ്റെ ഒരു തുടക്കം തന്നെയല്ലേ ഇന്ന്. അപ്പം ഇന്നലെ എന്തൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് ഇന്ന് അതിൻ്റെ ഒരു തുടക്കം ഉണ്ടായിരിക്കും. അപ്പം ഇന്നലെ സൽഫലം ചെയ്യൂ, ഇന്നും സൽഫലം ഉണ്ടാവും. പിന്നെ വിഷുഫലത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് രാശിയെ നോക്കിയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു പരിപൂർണമായിട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ടും പലർക്കും വിശ്വാസം ഉള്ളവരുണ്ട്, അവർക്കൊക്കെ വിശ്വസിക്കാം. അല്ലാത്തവർക്കത് വിശ്വസിക്കാതെ കർമ്മത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ട് കർമ്മഫലം ഉത്തമമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അധമമെന്ന് വിചാരിക്കാം. താങ്ക് യു സർ. നന്ദി സ്വാമി. നന്ദി. സംശയങ്ങൾ കഴിഞ്ഞ് കാണുമെങ്കിൽ ഇനി നന്ദി പറയാം. സ്വാമിജി അരുളിയ പോലെ സമത്വത്തിന്റെയും സമഭാവനയുടെയും ഒരു വിഷുക്കാലമാവട്ടെ ഈ വർഷം ഏവർക്കും. അതുപോലെ തന്നെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ
നന്നായി ചെയ്യാൻ ഏവർക്കും സാധിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ പര്യവസാനിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നത് ശ്രീമതി ഗിരിജമ്മ രാജേന്ദ്രൻ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.